കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഒന്നിനും അങ്ങനെ അല്ലല്ലോ. അദ്ദേഹം എന്തിലാണ്? അദ്ദേഹം യോജിച്ച പ്രക്ഷോഭത്തിന് ഞങ്ങളോട് വന്നില്ലെങ്കിലും KPCC പ്രസിഡന്റിനോട് യോജിച്ചാൽ മതിയായിരുന്നു. അദ്ദേഹത്തിന് ആരോട് യോജിപ്പില്ലല്ലോ. KPCC പ്രസിഡന്റിനോട് യോജിപ്പില്ലാത്ത ആളാണ്. KPCC പ്രസിഡന്റിന് ഇദ്ദേഹത്തോട് യോജിപ്പില്ലാത്ത ആളാണ്. അതുകൊണ്ട് അദ്ദേഹം ഞങ്ങളോട് യോജിക്കില്ല എന്നുള്ള കാര്യത്തിൽ വേറെ അത്ഭുതമൊന്നുമില്ല. ഏത് കാര്യത്തിലാണ് യോജിച്ചത്? ഇപ്പോൾ കേന്ദ്രവിരുദ്ധ സമരം ഞങ്ങൾ നടത്തി. കേന്ദ്രവിരുദ്ധ സമരം ഞങ്ങൾ നടത്തുമ്പോൾ ഞങ്ങൾ നടത്തുന്നതിൻ്റെ തലേനാൾ കർണാടക ഡൽഹിയിൽ വന്ന് സമരം നടത്തിയതാണ്. ഞങ്ങൾ നടത്തുന്ന സമരം ശരിയാണ്, പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന സമരം ശരിയാണ് എന്ന് പറഞ്ഞത് മല്ലികാർജുൻ ഖാർഗെയാണ്. അപ്പോഴും ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് എന്ത് നിലപാടാണ് അക്കാര്യത്തിലെടുത്തത്? കേരളത്തിന് വേണ്ടി യോജിച്ച പ്രക്ഷോഭത്തിന് ഡൽഹിയിൽ വരാൻ സന്മനസ് കാണിക്കാത്തയാളാണ് പ്രതിപക്ഷ നേതാവ്. ഞങ്ങളിതിൽ തുറന്ന മനസ്സാണ്. ഞങ്ങളത് പറഞ്ഞാൽ ഗവൺമെൻറ് ഇതിൽ തുറന്ന മനസ്സാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്തല്ലേ അന്ന് KPCC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും ക്ഷണിച്ചത്, പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും ക്ഷണിച്ചത് ഈ ഡൽഹി സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ. കഴിഞ്ഞ തവണ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമരം ഉയർത്തിക്കൊണ്ടുവന്നപ്പോഴും ഞങ്ങളെടുത്ത സമീപനം തുറന്ന സമീപനമായിരുന്നു. അന്നത്തെ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിരുന്നു ഗവൺമെൻറ്. DYFI അന്ന് നടത്തിയ മാർച്ചുകളിലെല്ലാം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളോട് സഹകരിക്കാൻ കഴിയുന്ന ഏതൊരാൾക്കും വരാം. ഇതായിരുന്നു ഞങ്ങളെടുത്ത സമീപനം.